പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്, റിയലി റിയലി അമേസിംഗ്, അമേസിംഗ്, റിയലി അമേസിംഗ്. ഈ എക്സ്പ്രഷൻ അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാട്ടോ ശരിക്കും. കാരണം കറി അത്രയ്ക്കും അമേസിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഈ അമേസിംഗ് ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ആദ്യം നമ്മുടെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കനിക്ക് മസാല ഇട്ട് കൊടുക്കണേ. നമ്മുടെ സാധാ സിമ്പിൾ മസാലപ്പൊടികൾ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 2 ടീസ്പൂണോളം ഉപ്പ്, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം വിനാഗിരി. ഞാൻ ആ കുപ്പിയുടെ മൂടിയുടെ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ വിട്ടുപോയെന്ന് ഓർത്തത്. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം. നല്ല ഡീപ്പായി വറുത്ത് കിട്ടേണ്ട കേട്ടോ. അത്രയും ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് ഭയങ്കര ഹാർഡായി പോകും ചിക്കൻ. അങ്ങനെ അതൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുക. നിങ്ങൾ ഇതിൻ്റെ കളർ കാണുമ്പോൾ ശരിക്കും ഇതെന്തോ കരിഞ്ഞു പോയെന്ന്. കരിഞ്ഞതൊന്നല്ല കേട്ടോ. നമ്മുടെ ചിക്കൻ വറക്കാൻ വെച്ചിട്ട് ഫോണിൽ നോക്കിയിരുന്ന ഏകദേശം ഇതേപോലെയൊക്കെ ആവും. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കും. സവാള ഇട്ടിട്ട് സവാള ഏകദേശം ചെറിയൊരു മഞ്ഞ കളറൊക്കെ ആയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ പച്ചമുളക് ആകെ 4 എണ്ണ ഇട്ടിട്ടുള്ളൂ, കുട്ടികളൊക്കെ കഴിക്കുന്ന കാരണമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായി സവാള വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ടിട്ട് അത് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നേ. നമ്മളാകെ മല്ലിപ്പൊടി 2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ട് നന്നായി ആ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് ഉപ്പാണ്. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളത് കാരണം തന്നെ ഈ മസാലയിൽ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുഴുവൻ ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മസാലയായിട്ട്. ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കാം. ഞാനിതിലേക്കൊരു ഏകദേശം 2 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനായിട്ട് നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് പരിപാടി കഴിഞ്ഞിട്ടില്ലേ, ഇത് നന്നായി വെന്ത് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ അമേസിംഗ് ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ആ കളർ തന്നെ കണ്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ചോറിനൊപ്പം പൊറാട്ടയ്ക്കൊപ്പം പത്തിരിക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.